ശ്രീമാൻ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ 2020 നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാല വിദ്യാഭ്യാസ രംഗത്തും സമൂലമായ പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ ഇന്ത്യയെ മുഴുവൻ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പ്രത്യേകമായ പരിഷ്കാരം എന്ന് പറയുന്നത് ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും നിലനിന്നിരുന്ന 3 വർഷ അടിസ്ഥാന ബിരുദ കോഴ്സുകൾ അതിൻ്റെ കാലാവധി 4 വർഷമാക്കി മാറ്റിയിരിക്കുന്നു. നേരത്തെയൊക്കെ ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ് ഒരു കോളേജിൽ പ്രവേശിച്ചാൽ അയാൾ ഇഷ്ടമുള്ള വിഷയമെടുത്ത് പഠിച്ച് 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം സർവകലാശാലയിൽ നിന്ന് അടിസ്ഥാന ബിരുദം, അത് BA ആകാം, BSc ആകാം, BCom ആകാം, അത് നേടിയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചി അനുസരിച്ച് മറ്റ് മേഖലകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലന്വേഷിച്ചോ പോവുകയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന രീതി. ഉദാഹരണമായി BA പാസ്സാകുന്ന ഒരു കുട്ടിക്ക് അധ്യാപന വൃത്തിയോട് താല്പര്യമുണ്ടെങ്കിൽ 1 വർഷ B.Ed കോഴ്സിന് പോയി B.Ed എന്ന് പറയുന്ന അധ്യാപന യോഗ്യത നേടാനായി സാധിക്കും. മറ്റൊരു വിദ്യാർത്ഥിക്ക് നിയമ പരിശീലനം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലോ കോളേജിൽ ചേർന്ന് LLB പരീക്ഷയ്ക്ക് വീണ്ടും തുടർ പഠനം നടത്താനായി സാധിക്കും. മൂന്നാമത് വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനം തുടരണം എന്ന് തോന്നിയാൽ അവർ പഠിച്ച വിഷയത്തിലോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റേതെങ്കിലും ബന്ധമുള്ള വിഷയങ്ങളിലോ മാസ്റ്റർ ബിരുദം നേടാനായി പോയി മാസ്റ്റർ ബിരുദം നേടിക്കൊണ്ട് കുറേ കൂടെ മെച്ചപ്പെട്ട തൊഴിൽ നേടുന്നതിന് സാധ്യമാകും. എന്നാൽ ആ സ്ഥാനത്തെല്ലാം ഇപ്പോൾ 3 വർഷ ബിരുദം എന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 വർഷ ബിരുദമായിരിക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ 1 വയസ്സ് കൂടി കഴിഞ്ഞ് മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് അടിസ്ഥാന ബിരുദം നേടി കോളേജിൽ നിന്ന് പുറത്തു വരാനായി സാധിക്കുകയുള്ളൂ. അതിനെ അവർ ഒരു ഓമന പേരിട്ട ആ ഡിഗ്രിയെ BA ഓണേഴ്സ്, BSc ഓണേഴ്സ്, BCom ഓണേഴ്സ് എന്നൊക്കെ വിളിക്കുകയാണ്. ഇത് നിരവധി സമസ്യകൾ, പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. കേരളം ആദ്യമൊക്കെ ഇത് നടപ്പാക്കുന്നതിന് വൈമനസ്യം കാട്ടിയെങ്കിലും കേന്ദ്രം കണ്ണുരുട്ടിയപ്പോൾ സംസ്ഥാനവും അത് സ്വീകരിക്കാൻ നിർബന്ധിതരായി. അപ്പോൾ അവർ രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കാൻ വേണ്ടി വലിയ പെരുമ്പറ മുഴക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 1-ാം തീയതി സംസ്ഥാന വ്യാപകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 4 വർഷ ബിരുദ കോഴ്സ് തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഫലത്തിൽ എന്താണ്? ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ 4 വർഷം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓണേഴ്സ്, അതിൽ തന്നെ 2 തരം ഓണേഴ്സ് ഉണ്ട്. അതാണ് സങ്കീർണതകൾ ഓരോന്നോരോന്നായി വർദ്ധിക്കുകയാണ്. 4 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് BA ഓണേഴ്സ് അല്ലെ BSc ഓണേഴ്സ് എന്ന ബിരുദമാണെങ്കിലും ഈ 4 വർഷത്തിലും 75% മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് BA, BSc, BCom ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന പേരോടുകൂടിയാണ് ഡിഗ്രി ലഭിക്കുന്നത്. എന്താണ് ആ ഡിഗ്രിയുടെ പ്രത്യേകത? നിലവിലാണെങ്കിൽ PhD പോലെയുള്ള ഗവേഷണത്തിന് പോകണമെങ്കിൽ മാസ്റ്റർ ബിരുദം നിർബന്ധമാണ്. എന്നാൽ ഈ പദ്ധതി അനുസരിച്ച് BA ഓണേഴ്സ് 75% മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് മാസ്റ്റേഴ്സ് ബിരുദത്തിന് പോകാതെ തന്നെ നേരിട്ട് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി അതിൽ യോഗ്യത നേടി PhD പോലുള്ള ഗവേഷണ പദ്ധതികൾക്ക് പോകാനായി സാധിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും എന്നാണ് ഇതിൻ്റെ പ്രവർത്തകരും സംഘാടകരുമൊക്കെ അവകാശപ്പെടുന്നത്. എന്തായാലും 4 വർഷം കഴിയണം ഇതിൻ്റെ ഫലം എങ്ങനെയിരിക്കുന്നുവെന്ന് കണ്ടറിയാൻ. കാരണം ഈ വർഷം വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കുട്ടികൾ ഓണേഴ്സ് ഡിഗ്രിയുമായി പുറത്തിറങ്ങുന്നത് 2028 മാത്രമാണ്. 2028 വരെ 4 വർഷക്കാലം ഈ രാജ്യത്തും ലോകമെമ്പാടും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആർക്കും ഊഹിക്കാവുന്നതല്ല. ഇപ്പോൾ തന്നെ പരമ്പരാഗത വിഷയങ്ങളായ BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, BA എക്കണോമിക്സ്, ഫിലോസഫി, ഇംഗ്ലീഷ് തുടങ്ങിയതായ വിഷയങ്ങളിൽ
പഠിക്കാൻ കുട്ടികൾ പല കോളേജുകളിലും ഇല്ല എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും റോബോട്ടിക്സും മെക്കാട്രോണിക്സും തുടങ്ങിയതായ അത്യന്താധുനികമായ വിഷയങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതിനൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം സജ്ജമായിട്ടുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോളേജുകളിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? ലാബറട്ടറികൾ ആ തരത്തിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ലൈബ്രറികളിൽ ഈ തരത്തിലുള്ള പുതിയ പുസ്തകങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തിനു പറയട്ടെ, ഇത് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട അധ്യാപകർക്ക് ഈ പുതിയ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അധികാരികൾ വ്യക്തമായ ഉത്തരം ഇതുവരെയും തന്നിട്ടില്ല. അതുകൊണ്ട് ഈ പരിഷ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ ആകുമോ എന്ന് ആശങ്കയോടുകൂടിയാണ് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പൊതുസമൂഹവും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നത മേഖലയിലെ അന്തരീക്ഷം എന്താണെന്നുള്ളത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. പിച്ചാത്തിയും കഠാരയും മാരകായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചില കലാലയങ്ങളിലെങ്കിലും പഠിക്കാനെന്ന പേരിൽ വരുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടല്ലോ, സ്വന്തം പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത് കൈയടിച്ച് ഒടിക്കുകയും അതുപോലെ തന്നെ കാൽവെട്ടും കൈവെട്ടും, ഈ കസേരയിൽ ഇരിക്കാൻ ഇനി അനുവദിക്കുകയില്ല, നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നൊക്കെ കൊലവിളി നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരാന്തരീക്ഷത്തിൽ ഗുണപരമായ വിദ്യാഭ്യാസം എങ്ങനെ നടത്താനായി സാധിക്കും? ഇവിടെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ കൊട്ടിഘോഷിക്കുന്നത് കേരളം അന്തർദേശീയ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തൊരു വൈരുദ്ധ്യമാണിത്! അതുകൊണ്ട് ഈ 4 വർഷ ബിരുദ കോഴ്സുകളൊക്കെ സമഗ്രമായ പഠനത്തിന് ഇനിയും വിധേയമാക്കണം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക അകറ്റുന്നതിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകണം. 3 വർഷം കഴിയുമ്പോൾ സാധാ BA-യുമായി പുറത്തു പോകാനുള്ള സൗകര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പുറത്തിറങ്ങുന്ന കുട്ടികൾ രണ്ടാന്തരം പൗരന്മാരായി മാറ്റപ്പെടുമോ? തൊഴിൽ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് എന്താണ് സാധ്യതകൾ? ബിരുദാനന്തര കോഴ്സുകൾ എങ്ങനെയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്? 1 വർഷ ബിരുദാനന്തര കോഴ്സ്, 2 വർഷ ബിരുദാനന്തര കോഴ്സ് എന്നൊക്കെ പറയുന്നത് സമാന്തരമായി എത്ര ഫലകരമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും? ഈ തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയെങ്കിലേ മതിയാവുകയുള്ളൂ. അധര വ്യായാമം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കുക വയ്യ. അടിസ്ഥാനപരമായി സർവകലാശാല ക്യാമ്പസുകളിലെയും കലാലയങ്ങളുടെയും വിദ്യാഭ്യാസ അന്തരീക്ഷം നിലനിർത്തുവാൻ ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും വിദ്യാർത്ഥി സംഘടനകൾക്ക് രക്ഷാകർതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളും തയ്യാറായെങ്കിൽ മാത്രമേ ഏത് പരിഷ്കാരവും ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. അതിനുള്ള വിവേകം ഭരണാധികാരികളും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും കാട്ടേണ്ടതായിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമല്ല വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനപരമായ ആവശ്യമെന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ കക്ഷികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഉണ്ടാകുന്നില്ല എങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇനിയും തകർന്ന് തരിപ്പണമായി ജീർണാവസ്ഥയിലെത്തും. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ പുറരാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ പലായനം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കേരളം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പടുകുഴി തോണ്ടുന്ന ഒരു സംസ്ഥാനമായി പരിണമിക്കൂ എന്ന് വന്നേക്കാം. അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഈ സമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകേണ്ടതായിട്ട് വരും, സമാധാനം പറയേണ്ടതായിട്ട് വരും എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്.